ഹലോ ഗെയ്സ്, അങ്ങനെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ബിനോയുടെ ബർത്ത്ഡേ ആണ്. ബിനോയുടെ ബർത്ത്ഡേക്ക് നമ്മളൊരു കേക്ക് സർപ്രൈസായിട്ട് കൊണ്ടുപോകാനായിട്ട് വന്നേക്കുകയാണ്. ശേഷം വീഡിയോയിൽ കാണാം. അങ്ങനെ ഗെയ്സ്, നമ്മൾ ഒരു ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ കേക്കാണ് മേടിച്ചിരിക്കുന്നത്. പേര് ഷെമിയെ കൊണ്ടാണ് പേര് എഴുതിക്കുന്നത്. ഷെമിയാണ് എഴുതുന്ന പേര്. ഞാൻ പറഞ്ഞ പോലെ എഴുതിയാൽ കേട്ടോ. കേക്ക് വേർഡിന്നാ കേക്ക് മേടിക്കാൻ വന്നത്. ഹാപ്പി ബർത്ത്ഡേ. സൂപ്പർ സ്റ്റാർ ബിനോയ് ആണ് കേട്ടോ. സൂപ്പർ സ്റ്റാർ ബിനോയ്, സ്വയം പൊങ്ങി ബിനോയ്, സൂപ്പർ സ്റ്റാർ ബിനോയ്. കിടക്കുമ്പോൾ കറക്റ്റായിട്ട് കിടക്കും. അങ്ങനെ ബിനോയ്ക്കുള്ള കേക്ക് ഞാനും ഷെമിയും കൂടെ മേടിച്ച് ഞങ്ങളതിൻ്റെ അങ്ങോട്ട് പോകാനായിട്ട് പോവുകയാണ് കേട്ടോ. 34 വയസ്സായി ബിനോയ്ക്ക്. 34. ആരടുത്തും പറയത്തില്ല, അവന് ഇഷ്ടമല്ല അവൻ്റെ വയസ്സ് പറയുന്നത്. ഹാപ്പി ബർത്ത്ഡേ. ബർത്ത്ഡേ കാലം എടുത്ത് തിന്നുവാണോ? എന്ത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കയ്യും ബർത്ത്ഡേക്കാരൻ്റെ കണ്ടില്ലേ? ബർത്ത്ഡേക്കാരൻ്റെ കോലം. ഇല്ല ഇല്ല, സൗന്ദര്യം കാണണ്ട, സൗന്ദര്യം കണ്ട, മേക്കപ്പ് ഇടാത്ത സൗന്ദര്യം. ഞങ്ങൾ ഇഷ്ടമില്ല പറയാറുണ്ട്. ബർത്ത്ഡേക്കാരൻ ഓടുന്നത്. ബർത്ത്ഡേക്കാരൻ കണ്ട സൗന്ദര്യം. അയ്യേ, ബർത്ത്ഡേക്കാരന് കോല കണ്ടില്ല. ഷെമി വന്നില്ല. ഷെമിയാണ് കേക്കൊക്കെ ബിനോയുടെ ബർത്ത്ഡേ. സൂപ്പർ സ്റ്റാർ SP സ്വയം പൊങ്ങി ബിനോയ്. ട്രെൻഡാണോടാ? ട്രെൻഡാണോ? ആ ബാക്ക് വാഷാലോ. ഈ ബർത്ത്ഡേക്കാരനെ മാത്രമില്ല. മതിയോ? ബിനോയുടെ മേക്കപ്പ് സെറ്റ് ആണ് കാണുന്നത് അലമാരിക്കത്. ലിഫ്റ്റിക്ക് തട്ടമ്മ ചുണ്ടാക്കുന്ന മറ്റു വൈഫ് പറയുന്ന കേട്ടില്ല. ലിഫ്റ്റിക്ക് ഇടുമെന്നാണ് പറയുന്നത്. പക്ഷെ കണ്ണ സ്റ്റാർ പറയുന്നത് കണ്ണ സ്റ്റാർ ഇടത്തില്ലെന്ന് പറയുന്നത്. അതായത് കണ്ടില്ലേ, ഇറ്റാലിയ ലിഫ്റ്റിക്ക് എന്താ താഴത്തെ ചുണ്ട് ചുവന്നും മേളത്തെ കറുത്ത് ഇരിക്കുന്നത്. ഇത് കണ്ടില്ലേ, 2 കൂട്ടം ലിഫ്റ്റിക്കാണ് ഉള്ളത് നമ്മുടെ കയ്യില്. ആ കണ്ടോ, നമ്മള് പറയണ ഇനി അലമാരക്കകത്ത് സ്റ്റോക്ക് ആണ്. എന്തുവാ നിന്റെ പല്ലൊന്നും കാണിച്ചേടാ ബിനോയ്? പല്ല് വെക്കാതെ പോയിട്ട് മൂക്കൂട്ടെ കുത്തിക്കേറ്റി. അയ്യേ, ഞാൻ രാത്രി പല്ല് കേക്ക് കണ്ടിയ അയ്യേ മോന്ന കണ്ടില്ല. വെട്ടത്ത് പോയി നിൽക്കുന്നു പൗഡർ ഇട്ടിട്ട്. ആ പാനിന്റെ പകുതി സ്ക്രാച്ച് മാറ്റി. അയ്യോ നല്ല ആ പല്ല് ചെറിയോടെ നല്ല മുല്ലപ്പൂ പോട്ട് പോലത്തെ പല്ലുകള്. നിർത്തടാ. ഇല്ല ഇല്ല എടാ മതിന്ന്.
അലമാര തുറക്കണം. ഇവ ഇതും പിടിച്ചോണ്ടിരിക്കുവല്ലേ? അത് തലമാരല്ലേ ഉറക്കുന്നത്, ബാക്ക് കൂടെ കിട്ടുമല്ലോ. അപ്പൊ ആ ഡ്രസ്സൊന്ന് മാറട്ടെ എന്നെ ഡ്രസ്സ് മാറ്റിക്കണേ. അങ്ങനെ ബിനോയുടെ 35ാമത്തെ വയസ്സിൽ തുടങ്ങുന്നതിന് 37 വയസ്സ് പൂർത്തിയാകുന്നതിന്റെ കട്ടിങ് ആണ്. 37 വയസ്സ് പൂർത്തിയാവല്ലോ, 37 വയസ്സ് തുടങ്ങുന്നത്. 35 തുടങ്ങും. ഞാനിപ്പോ 33 ഇപ്പൊ പൂർത്തിയായി. ഞാനിപ്പോഴാ ജനിച്ചത്. അതെന്തോ അശ്വതിക്ക് 32 വയസ്സുള്ളപ്പോഴാണല്ലോ നീ കെട്ടിയത്. അശ്വതിക്ക് 32, അശ്വതിക്ക് 30 വയസ്സുള്ളപ്പോ 29 വയസ്സുള്ള. അശ്വതിയെക്കാട്ട് 2 വയസ്സിന് മൂപ്പായിരുന്നു നിനക്ക്. അപ്പൊ കല്യാണം കഴിഞ്ഞപ്പോ എത്ര വർഷം? അശ്വതിക്ക് 29 വയസ്സ്, എനിക്ക് 31 വയസ്സായിരുന്നു. അശ്വതിക്ക് 29 വയസ്സിൽ അശ്വതിയുടെ കല്യാണം പടപട്ടി. ആദ്യമേ 3 കത്തിക്കാം, 3 ഇനി 4 കത്തിക്കാം. എനിക്ക് 33 വയസ്സുള്ളൂ, ഇവരിപ്പം 34 ആക്കി. നാണം ഉണ്ടോടാ, 35 വയസ്സ് തുടങ്ങും എനിക്ക്. അപ്പൊ എല്ലാരും പാട്ട് പാടിയേ. അപ്പൊ ഒന്നുമില്ല. എബ്രോ ബാബിക്ക് പപ്പാ അപ്പൊ ഷർട്ട് ഇടുന്നു. വൈപ്സ് എടുത്ത മോനെ. ശരി, വെക്കാൻ പോവാ കത്തി. രാത്രി 11:55 ഇയാള് ജനിച്ചത്. അയ്യേ, അത് ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ. ഹാപ്പി ബർത്ത്ഡേ ടു മീ, ഹാപ്പി ബർത്ത്ഡേ ടു മീ, ഹാപ്പി ബർത്ത്ഡേ ടു മീ. സ്വയം പൊങ്ങി. അങ്ങനെ സൂപ്പർ സൂപ്പർ ബിനോയ് കണ്ണൻ സ്റ്റാർ ആണ്. അങ്ങനെ സൂപ്പർ സ്റ്റാർ ബിനോയ്. നമ്മൾ ഈ സൂപ്പർ സ്റ്റാർ മറ്റേ കണ്ണൻ സ്റ്റാറിലേക്ക് കൊടുത്തേക്കാണ് ബിനോയ്ക്ക്. ചെറുതായിട്ട് ചെറുതായിട്ട് കൊടുത്താൽ ഇനി പപ്പായ്ക്ക് കൊടുക്ക. പപ്പായ്ക്ക് ഞാൻ ഇനി വടയോന്തിന് കൊടുക്കട്ടെ. സ്വന്തം ഭാര്യ വടയക്ഷയാണ് വിളിച്ചിരിക്കുന്നത്. വടയോന്ത് പിടിക്ക്. കുറച്ച് സമയത്തിന് എടുത്തോളാം. ആ ഇനി അടുത്തത്. ഓ, ഇങ്ങനെയൊക്കെ നീ തരുവോ ദൈവമേ? അവിടുന്ന് നോക്കി തിന്നുന്നു. 2 ഓട്ടം ഉണ്ട്, കാലം 2 ഓട്ടം ഉണ്ട്. അയ്യേ, നീ ഇങ്ങനെയൊക്കെ തരുവോ? തരാതില്ല. എന്തായാലും നീ സൂപ്പർ സ്റ്റാർ എന്ന് എഴുതിയത് അത് പൊളിയായിരുന്നു. സത്യം നീ എന്തായാലും ഇങ്ങനെയെങ്കിലും പറഞ്ഞല്ല. ഞാൻ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ ബാക്കത്ത് നിനക്ക് അറിയത്തില്ലേ എന്തോന്ന്? ഇതിനകത്ത് എഴുതാൻ പറ്റത്തില്ലെന്നല്ലോ. അതെന്തോ? അയ്യോ, ഗബ്രിച്ചിന് വേണോ? എടുക്കുന്നില്ല. ഏ, മുടിയിൽ വരെ ആയാ? കുളിക്കണമല്ലോ ഞാൻ ഇനി പോയി. വേഗം മേടിക്കണ കൊച്ചു കരയുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു. എന്തോ ഇത്? ആ, ഇപ്പൊ തരാം. വേണ്ട വേണ്ട, തേക്കല്ല്. പൊളിച്ച് ആൾക്കാർ വേറെ വല്ലതും വിചാരിക്കുന്നതൊക്കെ കാണുമ്പോ ഇത്ര പാടുണ്ടായിരുന്നു. എന്റെ പ്രിയ ധർമ്മണിയല്ലേ? ഇതിന്റെ ഒരു കഥയുണ്ട്, അത് ഞങ്ങൾ പഴയ വീഡിയോയിൽ പറയാൻ കേട്ടോ. അതെന്തുവാ? ഇനി ഞാനറിയാത്ത. ഞാൻ ഷെമി ഇന്നലെ ഷെമി എന്നെ ഫോട്ടോ വിളിച്ചു ചോദിച്ചപ്പോ ഞാൻ വിചാരിച്ചത് അതല്ല. അയ്യേ, നീ എന്തിനു വൃത്തിയാണ് ഇവന്റെ ജിമ്മിനകത്തുള്ള തലയിട്ടൊക്കെ ഫോട്ടോ ഒക്കെ 4 വർഷം മുമ്പുള്ള ഒരു ഫോട്ടോ ഇപ്പോഴത്തെ. ബാക്കി എല്ലാ ഫോട്ടോ ഇവന് 4 വർഷം മുമ്പുള്ളേ. എന്തായാലും എന്നെ കൊണ്ട് പുറത്തു പോയി ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും ഷെമി എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ഏത് ഫോട്ടോ ഇത്? അത് നോക്ക്. ആ, ഫാമിലി ഫോട്ടോ ആയിരിക്കും. അല്ല, ഞാനൊരു ഫോട്ടോ എടുത്തു. അത് നാസി എന്നെ ഫോട്ടോ ഒന്ന് സഹായിച്ചു, താങ്ക്സ്. അല്ല, ഇത് മിക്കവാറും ഫാമിലി ഫോട്ടോ ആയിരിക്കും. ഇത് ഉറപ്പായിട്ട് ഫാമിലി ഫോട്ടോ ആയിരിക്കും. ആ, ഞാൻ പറഞ്ഞില്ലേ ഫാമിലി ഫോട്ടോ ആയിരിക്കും. ഞാൻ അന്നേരം പറഞ്ഞില്ലേ? ഞങ്ങള് കണ്ടില്ലായിരുന്നു. ഞാനും ഫസ്റ്റ് ആരും കൊണ്ടുപോയില്ല. ഇത് ഫോട്ടോ.
അങ്ങനെ ഞങ്ങൾ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഭരണിക്കാൽ ഒരു ഹോട്ടലിലേക്ക് വന്നതാണ്. ഇവർ അപ്രതീക്ഷിതമായിട്ട് വന്നില്ലേ, പറഞ്ഞിട്ടൊന്നും വന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. മാത്രമല്ല ഞാൻ വീട്ടിൽ നമുക്ക് വേണ്ടിയിട്ട് പോലും കഴിക്കാനൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. ആ സമയത്തൊക്കെ കയറി വന്നു. വീട്ടിൽ നിങ്ങൾ കണ്ടതാണല്ലോ, അപ്പോൾ പേടിച്ച് പോയി. പിന്നെ ഒന്നും ചെയ്യാനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഞങ്ങളങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയതാണ്. ഡോറേനെ കൊണ്ടുവന്നിട്ടില്ല, കുട്ടികളെയും കൊണ്ടുവന്നിട്ടില്ല. കാരണം ഡോറെ കൊണ്ടുവരാൻ പറ്റത്തില്ല, അവർക്ക് ബുദ്ധിമുട്ടായിട്ടിരിക്കുന്നുണ്ട്. പിന്നെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മോനെ നോക്കാനും ഇപ്പോൾ ആരുമില്ല. അതുകൊണ്ട് അവരെ കൊണ്ടുവന്നില്ല. ഞങ്ങൾ പുറത്തുനിന്ന് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചപ്പം ഷെമീൻ ആസി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഫുഡ് വരുന്നതിന് വേണ്ടി. അതിനിടയ്ക്ക് എന്നെ അന്ന് രണ്ടും കൂടിയിട്ട് വാരി നോക്കിയുണ്ട്. ഇടയ്ക്കൂടെ എന്നെ ഇങ്ങനെയായിട്ട് എന്താ പറയുക, എന്നെ ഇങ്ങനെ കൊള്ളിച്ച് പറയുന്നത് നാസിയുടെ ഒരു ശീലമാണ്. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. മന്തിയാണ് പറഞ്ഞത്. അപ്പോൾ എന്നെയാണെങ്കിൽ ആ സമയത്തിട്ട് നന്നായിട്ട് കുത്തിക്കൊണ്ടിരിക്കുക. സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ ഇത്. എൻ്റെ ലൈഫിൽ ഞാൻ ഇതുവരെ എൻ്റെ ഓർമ്മശ കാലത്തിനിടയ്ക്ക് ഇത്രയും നാളായിട്ട് ഇതുവരെ ഞാൻ കേക്കൊന്നും മുറിച്ചിട്ടില്ല. ഒരിക്കൽ പോലും എൻ്റെ അറിവിൽ ഞാൻ കേക്ക് മുറിച്ചതായിട്ട് എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് അറിവില്ല. അമ്മ ഉള്ളപ്പോൾ സമയത്ത് പായസമൊക്കെ വെച്ച് തന്നിട്ടുണ്ട്. എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും അമ്മ ചെയ്ത് തരുമായിരുന്നു അമ്മ ഉള്ള സമയത്ത്. അതല്ലാതെ കേക്ക് മുറിയും കാര്യങ്ങളും അതുപോലെ തന്നെ ഇങ്ങനെ എനിക്ക് സർപ്രൈസ് തരാനൊന്നും ആരും ഇല്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ആരും തന്നിട്ടില്ല ഇതുപോലെ സർപ്രൈസും കാര്യങ്ങളൊന്നും. ഞാൻ അതിൽ പറഞ്ഞു, ഇവൻ പോലും എനിക്ക് സത്യം പറഞ്ഞാൽ വിഷൊന്നും ചെയ്തില്ലായിരുന്നു. പെട്ടെന്ന് ഇവന്ന് ബർത്ത്ഡേ വിഷ് ചെയ്യും, പെട്ടെന്ന് ഇങ്ങനെ കയറി വരികയൊക്കെ ചെയ്തപ്പോഴും സത്യത്തിൽ ഞാൻ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു പോയി. അത്ഭുതം എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഒരു വലിയൊരു അതിശയമായിരുന്നു, വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം തന്നൊരു ബർത്ത്ഡേ ആയിരുന്നു എൻ്റെ ഈ ഒരു ബർത്ത്ഡേ എന്ന് പറയാനായിട്ട്. അതിൽ ഒരുപാട് താങ്ക്സ് പറയണം നാസിയോടും ഷെമിയോടാണ്. സത്യത്തിൽ വല്ലാത്തൊരു സന്തോഷം നിറഞ്ഞൊരു നിമിഷം തന്നെയാണ്, പറയാൻ പറ്റത്തില്ല. അത്രയ്ക്കും സന്തോഷം നിറഞ്ഞൊരു നിമിഷമാണ്. എനിക്ക് ഒരു കൂടപ്പിറപ്പും എൻ്റെ രണ്ടും എൻ്റെ കൂടപ്പിറപ്പുകളാണ്. അപ്പോൾ എന്താ പറയുക, അത്രയും സന്തോഷമുള്ളൊരു ദിവസമാണ്. അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യും.